കൈകസി ഗർഭവതിയായി. യഥാകാലം ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. പ്രധാന തലയ്ക്കും പുറമെ ഇരുപാർശ്വങ്ങളിലുമായി 9 തലകൾ കൂടി, അങ്ങനെ 10 തലകൾ. പ്രധാന 2 കൈകൾക്കും പുറമെ ഉഭയ പാർശ്വങ്ങളിലുമായി 18 കൈകൾ, അങ്ങനെ 20 കരങ്ങൾ. കൃഷ്ണശൈല സന്നിഭമായ മേതുര ശരീരം. അപ്രകാരം ഒരു അത്ഭുതാകൃതിയായിരുന്നു ആ കുമാരനിൽ കണ്ടത്. അതിനാൽ അവന് ദശമുഖൻ എന്ന നാമം നൽകപ്പെട്ടു. തടിച്ച ഭീമാകൃതിയിൽ കട്ടക്കരിമ്പാറ് പോലെയുള്ള ഗാത്രത്തോടു കൂടിയ ഒരു പുത്രനെ അവൾ രണ്ടാമതായി പ്രസവിച്ചു. അവന്റെ വിശാലങ്ങളായ ആനച്ചെവികൾ കുംഭം പോലെ ഉരുണ്ടു മുഴച്ചിരുന്നതിനാൽ അവന് കുംഭകർണൻ എന്ന് പേരിട്ടു. മൂന്നാമതായി ഒരു പെണ്ണാണ് ജനിച്ചത്. ശൂർപ്പം, അതായത് മുറം പോലെ പരന്നു പതിഞ്ഞ വലിയ നഖങ്ങളോടും കരിക്കട്ട നിറം കലർന്ന കായത്തോടും കൂടിയ അവൾക്ക് ശൂർപ്പണഖ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. നാലാമതായി ഒരു കുമാരനെ കൂടി കൈകസി പ്രസവിച്ചു. ദിവ്യ ചൈതന്യവും സൗകുമാര്യവും സ്ഫുരിച്ചിരുന്ന ആ ബാലന് വിഭീഷണൻ എന്നും നാമധേയം നൽകി. ഓരോ യാമത്തിന്റെ പ്രായവ്യത്യാസമേ അവർ തമ്മിൽ യഥാക്രമം ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് മണ്ഡോദരിയുടെ പൂർവ്വ വൃത്താന്തമാണ്. പണ്ട് പാലാഴി മഥനം നടന്നുകൊണ്ടിരുന്ന വേളയിൽ ക്ഷീരസാഗരത്തിൽ നിന്നും മഹാലക്ഷ്മിക്ക് പിമ്പെ പല അപ്സരനാരികളും ജലോപരി ഉദയം ചെയ്തു. അവരിൽ ഒരുവളാണ് സുലക്ഷണ എന്ന സുന്ദര കന്യക. അവളെ അംബികാദേവി തൻ്റെ തോഴിയായി സ്വീകരിച്ചു. ഒരു ദിവസം പാർവതി പള്ളി നീരാട്ട് കഴിക്കുന്നതിനിടയിൽ പുതുപ്പുടവയെടുത്തു കൊണ്ടുവരാനായി അവളെ മണിയറയിലേക്ക് പറഞ്ഞയച്ചു. സുലക്ഷണ പള്ളിയറയിൽ ചെന്നപ്പോൾ അവിടെ പനിമതി ചൂടൻ നിൽക്കുന്നുണ്ടായിരുന്നു. മഹാദേവൻ അവളെ മാറോടടുക്കി ആശ്ലേഷിച്ചു. അല്പനേരത്തേക്ക് ആ അപ്സര കന്യക പകച്ചു നിന്നുപോയി. അനന്തരം അവൾ വസ്ത്രവും കൊണ്ട് നീരാട്ട് കടവിലെത്തി. അവളുടെ മുഖം അപ്പോൾ വിവർണമായിരുന്നു, ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗിരിമകൾ അത് പരിവീക്ഷിച്ചു. ദിവ്യ ദർശനത്താൽ നടന്ന സംഭവം ഉമാദേവി ഗ്രഹിച്ചു. പെട്ടെന്നുണ്ടായ കോപത്താൽ പർവ്വതനന്ദിനി നീ ഒരു മണ്ഡൂകമായി പോകട്ടെ എന്ന് ശപിച്ചു. താൻ നിരപരാധിയാണെന്നും ശാപമോചനം അരുളണമെന്നും അപേക്ഷിച്ചപ്പോൾ ദയാപുരസരം ദേവി നിവേദിച്ചു. നീ അജിരേണ ഒരു ഗന്ധർവമാനിനിയുടെ മകളായി പിറന്ന് മണ്ഡൂകത്തിനു പകരം മണ്ഡോദരി എന്ന നാമം ധരിച്ച് ഒരു അത്യുത്തമ സതീരത്നമായി ഭവിച്ച് ഒരു ലോക ജേതാവിൻ്റെ ധർമ്മപത്നിയായി തീരും. ഒടുവിൽ വിഷ്ണു സായുജ്യവും ലഭിക്കും. അതനുസരിച്ച് സുലക്ഷണ ഹേമ എന്ന സുന്ദരിയായ ഗന്ധർവ ബന്ധുരാംഗിയുടെ സന്താനമായി ജനിച്ചു. അന്ന് ഹേമയുടെ ഭർത്താവ് അസുരശില്പിയായ മയനായിരുന്നു. മയൻ അവളെ ദേവലോകത്തു നിന്നും തട്ടിക്കൊണ്ടു പോന്നതാണ്. ആ ദമ്പതികളുടെ സന്താനമായി ജനിച്ച പെൺകുട്ടിക്ക് മണ്ഡോദരി എന്നവർ പേരിട്ടു. മണ്ഡോദരിയുടെ ജനനത്തിന് ശേഷം ദേവേന്ദ്രൻ മയനെ ഓടിച്ചുവിട്ട് ഹേമയെ ദേവലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി. അന്നു മുതൽ മണ്ഡോദരി മയന്റെ സംരക്ഷണയിൽ വളർന്നു. മകൾ യൗവനയുക്തയായി തീർന്നപ്പോൾ അനുയോജ്യനായ ഒരു വരനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ദശമുഖനെ കണ്ടുമുട്ടുകയും അവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. അടുത്തത് ബാലിസുഗ്രീവ ജനനം. ഒരിക്കല് ദേവലോകത്തുള്ള വിനോദശാലയിൽ വെച്ച് അവിടുത്തെ വിദ്യാധര നദാംഗിമാരുടെ ഒരു നൃത്തം നടത്താൻ ഇന്ദ്രദേവൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ പുരുഷന്മാർക്കാർക്കും പ്രവേശനമില്ല. ഈ സമയത്ത് നമ്മുടെ ആദിത്യൻ്റെ സാരഥിയായ അരുണന് നൃത്തം കാണാൻ മോഹം തോന്നി. അദ്ദേഹം എന്തു ചെയ്തു? ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ചു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ അവിടെ ചെന്നു. ഋഷിമേനക രംഭതിലോത്തമ സർലോക സുന്ദരിമാരെ അതിശയിപ്പിക്കുന്ന രൂപലാവണ്യമാണ് ഇദ്ദേഹത്തിന് സ്ത്രീ രൂപത്തിൽ ഉള്ളത്. അപ്പോൾ ഈ അവിടെ ചെന്നപ്പോൾ തന്നെ ഉംബർഗോൻ ആ ഉൽപ്പലാക്ഷിയെ കണ്ട് അങ്ങോട്ട് ഒത്തിരി ഇഷ്ടമായി. അദ്ദേഹം നാട്യമൊക്കെ അവസാനിപ്പിക്കാൻ പറയുകയാണ്. എന്നിട്ട് നർത്തകികളെയും സദസ്സിനെയും ഒക്കെ പിരിച്ചുവിട്ടു. എന്നിട്ട് പറഞ്ഞു എല്ലാവരും പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ അരുണനും പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും പോകട്ടെ, നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാജകൽപ്പനയല്ലേ, അനുസരിക്കാതെ നിവർത്തിയുണ്ടോ? സദസ്സാകെ പിരിഞ്ഞു. അമരനാഥനും അരുണനും മാത്രം അവശേഷിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാവം കണ്ട് അരുണസാരഥി നിവേദിച്ചു, ദേവരാജേന്ദ്ര അങ്ങ് അബദ്ധം കാണിക്കരുത്, ഞാൻ സ്ത്രീയല്ല,
ഭാനുദേവന്റെ തേരാളിയായ അരുണനാണ്. നൃത്തം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊരു സ്ത്രീവേഷം കെട്ടി എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും വകവയ്ക്കാതെ അവളെ ബലമായിട്ട് കടന്നു പിടിച്ച് പരിരംഭണം ചെയ്തു ഇന്ദ്രദേവൻ. അപ്പോൾ ഈ സമയം പെട്ടെന്ന് തന്നെ ഒരു പുത്രൻ ഉണ്ടാവുകയാണ്, അവളിൽ സംജാതനായി. അപ്പോൾ അരുണനാകെ പകച്ചുപോയി. ദേവനാഥ, ഈ പൈതലിനെ ഞാൻ എന്ത് ചെയ്യണം? നേരം വെളുക്കുന്നതിന് മുമ്പ് മിത്രന്റെ തേരാളിയായി പോകേണ്ടവനാണ് ഞാൻ എന്ന് പറയുകയാണ്. അപ്പം ഇന്ദ്രൻ പറഞ്ഞു, ഗൗതമ മുനിയുടെ പത്നിയായ അഹല്യയുടെ കയ്യിൽ ഈ കുട്ടിയെ ഈ ക്ഷണം തന്നെ നീ കൊണ്ടുവച്ചെന്ന് കൊടുക്കുക. എൻ്റെ പുത്രനാണെന്നും അവളോട് പറഞ്ഞാൽ മതി, അവൾ വളർത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രദേവന്റെ ആജ്ഞ അനുസരിച്ച് ആദിത്യ സാരഥി കുട്ടിയെയും കൊണ്ട് ഗൗതമ പത്നിയുടെ അരികിലെത്തി എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു. അപ്പോൾ അഹല്യ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ സ്വീകരിച്ചിട്ട് അരുണനെ യാത്രയാക്കി. ഇതെല്ലാം കഴിഞ്ഞ് അല്പം വൈകിയാണ് സാരഥി സൂര്യൻ്റെ അടുത്തെത്തിയത്. ഇത്ര വൈകാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അരുണൻ അറിയിച്ചു. സൂര്യൻ ചോദിക്കുകയാണ്, എന്താ നീ ഒരു കന്ദർപ്പ സുന്ദരിയുടെ കമനീയ വേഷം ചമഞ്ഞ ഒരു പൂമ്പൈതലിന്റെ മാതാവായി തീർന്നു വന്നു. അങ്ങനെയാണെങ്കിൽ ആ സുന്ദരി രൂപം എനിക്കും ഒന്ന് കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ അരുണൻ പറയുകയാണ്, വേണ്ട പ്രഭു, അത് ശരിയാവില്ല, അത് വലിയ അബദ്ധമായി തീരും, സമയം അധികമായിരിക്കുന്നു എന്ന് പറയുകയാണ്. നിനക്കറിയാവുന്നതല്ലേ, ഞാൻ അങ്ങനെ ഒരു വിഡ്ഢിയല്ല, ഞാനൊരു കാമിയുമല്ല, നിനക്കതൊക്കെ അറിയാവുന്നതല്ലേ. എൻ്റെ സാരഥിയായ നിന്റെ സാമർഥ്യം ഒന്ന് കാണാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പം തൻ്റെ സ്വാമിയുടെ നിർബന്ധം സഹിക്കുക വയ്യാതെയായപ്പോൾ ഗത്യന്തരമില്ലാതെ ഗരുഡാഗ്രജൻ വീണ്ടും അങ്കനയുടെ വടിവ് അവലംബിച്ചു. അവളുടെ അതിരറ്റ സൗന്ദര്യവിലാസം കണ്ട് ചിത്രഭാനുവിൻ്റെ നേത്രങ്ങൾ പോലും മങ്ങിപ്പോയി. അങ്ങനെ വമ്പു പറഞ്ഞ വനജ ബന്ധുവും മദന വിവശനായി ആ മദനാംഗിയെ പുണർന്ന് ആലിംഗനം ചെയ്തു. അപ്പോഴും ഒരു പുത്രൻ ഉണ്ടാവുകയാണ്. സൂര്യൻ പറഞ്ഞു, ഇന്ദ്രപുത്രനെ നീ അഹല്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു, ഇവനെയും നീ അവളെ ഏൽപ്പിക്കുക, സൂര്യപുത്രനെന്നും പറഞ്ഞുകൊള്ളുക എന്ന് പറയുകയാണ്. അങ്ങനെ ദിനകരൻ്റെ നിർദ്ദേശമനുസരിച്ച് അരുണൻ ആ പൈതലിനെയും ഗൗതമ പത്നിയെ ഏൽപ്പിച്ച് വേഗം തിരിച്ചു പോന്നു. 2 കുഞ്ഞുങ്ങളെയും അഹല്യ വളരെ സ്നേഹത്തോടെ വളർത്തുകയാണ്. അപ്പോൾ ഒരു ദിവസം അഹല്യ ഇങ്ങനെ ആറ്റിൽ കുളിപ്പിച്ചിട്ട് 2 എളിയിലുമായിട്ട് 2 പേരുണ്ടല്ലോ, 2 പേര് 2 എളിയിലും വെച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് ഗൗതമന് ആ കഷ്ടപ്പാടും എല്ലാം കണ്ടിട്ട് അങ്ങ് ദേഷ്യം വന്നു. അദ്ദേഹം പറയുകയാണ്, ഈ കള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യ അനുഭവിക്കുന്ന ഓർത്തിട്ട് അദ്ദേഹം ദേഷ്യത്തോടെ, കുരങ്ങന്മാരെ പോലെ 2 എളികളിലും കുഞ്ഞുങ്ങളെയും പേറി നടക്കാൻ നിനക്ക് ലജ്ജയില്ലല്ലോ, ഇങ്ങനെ നീ കാണിച്ചതിന് ഈ കുഞ്ഞുങ്ങള് മർക്കടന്മാരായി തീരട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയാണ്. ആ കോമള പൈതലുകൾ അന്നു മുതൽ മുനിശാപം കൊണ്ട് വാനരന്മാരായി തീർന്നു. അത് കണ്ട് അഹല്യയ്ക്ക് വളരെ വിഷമം തോന്നി. എന്ത് ചെയ്യാം, അതും വിധിയാണെന്ന് അവൾ വിശ്വസിച്ചു. ആ കുട്ടികൾ വാനരന്മാരായി ആശ്രമത്തിലുമൊക്കെ ഇങ്ങനെ വളർന്നു. അപ്പം തൻ്റെ പുത്രനും മിത്രൻ്റെ പുത്രനും ഗൗതമശാപത്താലെ കവികളായി തീർന്ന കഥ പുരന്ദരൻ അറിഞ്ഞു. ചിത്രസേനൻ എന്നൊരു ഗന്ധർവനെ വിളിച്ച് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ എൻ്റെ ഒരു പുത്രനും അർക്കൻ്റെ ഒരു പുത്രനും വാനരന്മാരായിട്ട് അഹല്യയുടെ സംരക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആ കുട്ടികളെ ആരും അറിയാതെ അപഹരിച്ച് നീ ഇവിടെ കൊണ്ടുവരണം. മുനിക്ക് അവരെ കണ്ടുകൂടാ എന്ന് പറയാണ്. അതനുസരിച്ച് ചിത്രസേനൻ ഒരു രാത്രിയിൽ ആ മർക്കട ബാലന്മാരെ ഉറക്കത്തിലെടുത്ത് ശക്രന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. വാസവൻ വാത്സല്യപൂർവ്വം ആ ബാലകിശോരങ്ങളെ വാനവർ ലോകത്ത് വളർത്തി. തൻ്റെ പുത്രന് ബാലി എന്നും സൂര്യപുത്രന് സുഗ്രീവൻ എന്നും അദ്ദേഹം നാമകരണം ചെയ്തു.